വീണ്ടും വന്നിടുമേ വാഹനത്തിൽ കോടാകോടി ദൂതരുമായി. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാട്ടലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. കൺകൾ കൊതിച്ചിടുന്നേ, ഉള്ളം തുടിച്ചിടുന്നേ, നാഥാ നിന്നുടെ വരവിനായി. പാരിൽ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. പാരിൽ കഷ്ടതകൾ വേറും ദിനം തോറുമേ കാന്താവേഗം നീ വന്നിടണേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇതു സ്വർഗീയ സന്തോഷമേ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. ഈ പാതലത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. വാഴും ഞാൻ എന്റെ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, തൻ കൃപയിൽ ആശ്രയിക്കും എല്ലാ നാളും ഞാൻ. പാടും നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് വളരെ പ്രാർത്ഥനയോടും തികഞ്ഞ ദൈവാശ്രയത്തോടും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ കടന്നു വരാമല്ലോ. അല്പസമയം ധ്യാനിപ്പാൻ യോബിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ്. അനുഗ്രഹത്തിൻ്റെ വലിയ ഒരു ഉറവിടമാണ്, അല്ലെങ്കിൽ ദൈവം ഒരായുസ്സിൽ ഒരു മനുഷ്യനോട് ഇടപെടുന്ന വിധങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ചത്. ഒന്ന്, പ്രൈസ് ദി ലോർഡ്, ഇയ്യോബിൻ്റെ ജീവിതം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു മനുഷ്യനാണ് ഇയ്യോബ്. ആമേൻ. ഒരു വളരെ അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്തെ ലെവലേശം പോലും കളങ്കം കൂടാതെ സ്നേഹിച്ച ഒരു മനുഷ്യൻ. തൻ്റെ ജീവിതത്തിൽ ഒത്തിരി വിഷയങ്ങൾ കടന്നു വന്നു. നഷ്ടങ്ങളുടെ കണക്ക് തന്നെ തൻ്റെ ജീവിതത്തിൽ അനവധി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെയെല്ലാം ഇയ്യോബ് ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഇയ്യോബ് ഒരു ലേവലേശം ദൈവത്തെ മുഷിച്ചില്ല. അത്രമേൽ അകമൊഴിഞ്ഞൊരു സ്നേഹം ദൈവവും ഇയ്യോബും തമ്മിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ,
ആമേൻ, ഒരു വേദന വന്നാൽ, ആമേൻ, അല്പം ഞെരുക്കം വന്നാൽ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാറുണ്ട്. സ്തോത്രം. എങ്കിലും ഇത്രയും ഞാൻ ദൈവത്തിന് വേണ്ടി ഓടിയപ്പോൾ ദൈവം എനിക്കൊന്നും തന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, പിറുപിറുക്കാറുണ്ട്. പക്ഷേ ഇയ്യോബ് അവിടെയെല്ലാം ഉറച്ചു നിന്നു. സ്തോത്രം. അവൻ കളങ്കം കൂടാതെ മുഖമുയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം നിന്റെ കയ്യിൽ ദ്രോഹം ഉണ്ടെങ്കിൽ അതിനെ അകറ്റുക. നീതികേട് നിന്റെ കൂടാരങ്ങളിൽ, ആമേൻ, പാർക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്യരുത്? നിന്റെ കൂടാരങ്ങളിൽ എന്ത് പാർക്കരുത്? നീതികേട് പാർക്കരുത്. അതിന് പ്രൈസ് ദി ലോർഡ് ഇയ്യോബ് വളരെ സാക്ഷ്യമുള്ള വ്യക്തിയാണ്. ഇയ്യോബ് വളരെ അധികം വേദനയിൽ കൂടെ ഇയ്യോബ് കടന്നു വന്നപ്പോഴും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്നേഹിതന്മാരെല്ലാം ഇയ്യോബിനെ മാറ്റി നിർത്തിയപ്പോഴും ഇയ്യോബ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉന്മയോടെ പ്രാർത്ഥനയോടും ആരാധനയോടും ഇയ്യോബ് ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുവാൻ കഴിഞ്ഞു. 16-ാം വാക്യം പറയുന്നു, അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ആമേൻ. ഒഴുകിപ്പോകുന്ന വെള്ളം നമുക്കറിയാം, നമ്മൾ പിന്നെ കാണുന്നില്ല. നമ്മളുടെ കാല് വെള്ളത്തിൽ ഊന്നുമ്പോൾ, ഒഴുക്കുള്ള വെള്ളത്തിൽ ഊന്നുമ്പോൾ ആ വെള്ളം ഒഴുകിപ്പോകുകയാണ്. ഒരിക്കലും പിന്നെ ആ വെള്ളത്തെ കാണാൻ കഴിയില്ല. കാണാൻ ശ്രമിച്ചാൽ പോലും നമുക്ക് കഴിയില്ല. കാരണം അത് വേഗത്തിൽ ഒഴുകിപ്പോകുന്നു. അതുപോലെ ഇയ്യോബേ, നിന്റെ കഷ്ടതകൾ അതുപോലെ ഒഴുകിപ്പോകും. നിന്റെ വേദനകൾ ഒഴുകിപ്പോകും. നിന്റെ സങ്കടങ്ങൾ, നിന്റെ സങ്കടയാചനകൾ, നിലവിളികൾ പുറത്താരും കേൾക്കാതെ ഹൃദയത്തിനകത്തളങ്ങളിൽ നീ കരയുന്ന, നീ പ്രാർത്ഥിക്കുന്ന, നീ ഉപവസിക്കുന്ന, നീ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ ഇന്ന് പകൽക്കാലം എനിക്ക് നിന്നെ പുറത്തു കൊണ്ടുവരുവാനുണ്ട് എന്ന് യോബിനറിയാം. ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്ന്. ഇന്ന് പകലിൽ ഈ ഉറച്ച വിശ്വാസം ആർക്കെങ്കിലും ഉണ്ടോ? എൻ്റെ ദൈവം എന്നെ ഒരിക്കലും കൈവിടില്ല എന്നൊരു ഉറച്ച വിശ്വാസം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആമേൻ. 31-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 7-ാമത്തെ വാക്യം പറയുന്നു, എൻ്റെ കാലടി ആമേൻ വഴിവിട്ട് മാറിയെങ്കിൽ, എൻ്റെ കണ്ണിന് പിന്തുടർന്നു എങ്കിൽ, വല്ല കറയും എൻ്റെ കൈക്ക് പറ്റിയെങ്കിൽ, ഒരിക്കലും ദൈവസന്നിധിയിൽ ആമേൻ പരമാർത്ഥതയോടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും തൻ്റെ ജീവിതത്തിലോ തൻ്റെ കണ്ണുകൾക്കോ തൻ്റെ കാലടികൾക്കോ തൻ്റെ കൈക്കോ ആമേൻ ഒന്നും ഒരു കറയും പറ്റാതെ സൂക്ഷിച്ചൊരു മനുഷ്യൻ. പരമാർത്ഥതയോടെ ദൈവത്തെ പിൻപറ്റിയ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ആമേൻ ചെറുതല്ല. ആർക്കും സഹിക്കാൻ കഴിയാത്ത വലിയ കഷ്ടതകൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളെ ഇയ്യോബ് പലപ്പോഴും ഓർത്ത് അതിനെക്കുറിച്ച് സങ്കടപ്പെടാറുണ്ട്. പക്ഷേ അപ്പോഴും ഇയ്യോബിൻ്റെ മനസ്സിനകത്ത്, ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസമുണ്ട്, ഒരു ഉറപ്പുണ്ട്. ദൈവമറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. കണ്ടോ, ഒന്നും സംഭവിക്കില്ല. സ്തോത്രം. ആമേൻ. ഇന്ന് പകലിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വലിയ മഹത്വം. അവൻ്റെ ഭാര്യ വരെ അവനെ മാറ്റി നിർത്തി, അവനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ 6-ാം വാക്യം പറയുന്നു, ദൈവം എൻ്റെ പരമാർത്ഥത അറിയേണ്ടതിന് ഓർത്ത്. ഹല്ലേലൂയ. നോക്കിക്കേ, ദൈവം അവൻ്റെ പരമാർത്ഥത അറിഞ്ഞു. സ്തോത്രം. ഈ ഭൂമിയിൽ ആരും നിന്റെ ഹൃദയം മനസ്സിലാക്കിയില്ലെങ്കിലും, ഈ ഭൂമിയിൽ ആരും നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിലും, നിന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിലുണ്ട്. ഇയ്യോബിന് നല്ലോണം അറിയാം. എൻ്റെ ഓരോ കാൽവയ്പ്പുകളും നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു ദൈവം, എൻ്റെ ഓരോ ചുവടുകളും അറിയുന്ന ഒരു ദൈവം എൻ്റെ മുമ്പിലുണ്ട് എന്ന് ആമേൻ ഇയ്യോബിന് നല്ലവണ്ണം അറിയായിരുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ പ്രൈസ് ദി ലോർഡ്,
2 പത്രോസ് ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആമേൻ, നിങ്ങൾ ആമേൻ സ്തോത്രം ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ ആമേൻ പ്രൈസ് ദി ലോർഡ് കറയും കളങ്കവും ഇല്ലാത്തവരായി ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘമായ രക്ഷ എന്ന് വിചാരിപ്പീൻ. ദീർഘമായ ഒരു രക്ഷ. സ്തോത്രം, ഹല്ലേലൂയ. അതിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ ആ കർത്താവിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുമ്പോൾ, ആ ഒരു വിടുതലിലേക്ക് കർത്താവ് നമ്മെ നയിക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവത്തിന് ഇന്ന് പകലിൽ നമ്മെ രക്ഷിപ്പാൻ മാത്രമല്ല, നമ്മെ നിർത്തുവാൻ മാത്രമല്ല, നമ്മിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകൾ ആമേൻ സ്തോത്രം ഒന്നിനു പിറകെ ഒന്നായി നിറവേറ്റുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഇന്ന് പകലിൽ ആ ദൈവത്തിൻ്റെ ശബ്ദത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ രാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ദൈവം നമ്മുടെ കരത്തെ പിടിക്കുമ്പോൾ, ഇന്ന് പകലിൽ വളരെ ശക്തമായി ദൈവവചനം നമ്മോട് പിന്നെയും പ്രബോധിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ആമേൻ സ്തോത്രം ആമേൻ ക്ഷമയോടെ രക്ഷ എന്ന് വിചാരിപ്പീൻ. ഹല്ലേലൂയ. ആമേൻ ദീർഘമായ സ്തോത്രം. ഹല്ലേലൂയ. ഒരു ലക്ഷ്യത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു ദൈവപൈതലിന്, എന്നാൽ നാം അവൻ്റെ വാഴ്ത്തത്ത പ്രകാരം ആമേൻ നീതി വസിക്കുന്നു. പുതിയ ആമേൻ സ്തോത്രം അവകാശത്തിനും പുതിയ ഭൂമിയുമായിട്ടുള്ള സകല ആമേൻ നന്മകൾക്കും വേണ്ടി ഈ നാളുകളിൽ ദൈവമക്കൾ കർത്താവിൻ്റെ മുമ്പിൽ തയ്യാറായി നിൽക്കണം. കാരണം ഇവിടെ ഈ ഭൂപരപ്പിൽ നമുക്ക് വേദനകളും വിഷമങ്ങളും കഷ്ടങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന ആമേൻ അഭിഷക്തന്മാരെ നമ്മുടെ കർത്താവിൻ്റെ വലിയ മഹത്വത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം, അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും. നിന്റെ മുഖം ഒന്ന് ഉയരാൻ പോകുകയാണ്. ദേശത്തിൽ നിന്നെ അടിച്ചമർത്തിയവരുടെ മുമ്പിൽ നിന്റെ മുഖത്തെ ഉയർത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. നിന്റെ തല ഉയർത്തുവാൻ, നിന്റെ ശിരസ് ഉയർത്തുവാൻ, നിന്റെ കാൽപാദങ്ങളെ ഒന്ന് ഉറപ്പിക്കുവാൻ കർത്താവിന് കഴിയും. കരങ്ങളിലേൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ സ്തോത്രം. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം, കൃപയിൽ പൊതിയണം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കണം.